നോർത്ത് പോളുമായിട്ട് രണ്ടാളും കിടന്ന് ഉറങ്ങണേ. പശുവിടെ പശുവിനെ കാണാനില്ലല്ലോ. അജ്ജോ ധാരാ ചെയ്തേ ഹലോ കാന്താരി കാന്താരി നോക്ക് നോക്ക് കാന്താരി നോക്ക് ബസ്. ഹായ് ബസ്. ഹായ് ബസ്. നോക്കട്ടെ മുഖത്ത് തേച്ചാ മുഖത്ത് തേച്ചേ. ഹലോ, ഞാൻ റെഡിയായിട്ടെ. ഞാൻ ഈ ബ്ലൂ സാരിയാണ് ഒരു പ്രാവശ്യം ഒരു ഫംഗ്ഷൻ ഇട്ടിട്ടുണ്ട്, ഒരു വളകാപ്പ് അതന്നെ. പിന്നെ ഞാൻ ഇന്നാണ് ഇത് ഇടുന്നത്. ഇനി ഹോസ്പിറ്റലിൽ പോകണം. ഹോസ്പിറ്റലിൽ പോയിട്ട് ഞാൻ 1 hour പെർമിഷൻ ഞാൻ എടുത്തിട്ടില്ല. എനിക്കത് എടുക്കണം, എന്നിട്ട് വേണം പൊന്നയുടെ പരിപാടിക്ക് പോകാം. ഓക്കെ, എന്താണ് പൊന്നയുടെ പരിപാടി ഞാൻ പറഞ്ഞല്ലോ, പറഞ്ഞുതരാം. എനിക്ക് ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ ഏറ്റവും ഇഷ്ടമുള്ള പോർഷൻ ഇതാണ്. എന്ത് രസമാണെന്നറിയോ, ഫുള്ള് മരങ്ങളൊക്കെ ആയിട്ടൊരു വഴി. അത് സമ്മർ ടൈമിലും വിന്റർ ടൈമിലും പിന്നെ ഈ റെയിനി സീസൺ എല്ലാത്തിലും ഡിഫറെൻറ്റ് ഫീൽ ആയിരിക്കും. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പോർഷനാണ് ഹോസ്പിറ്റലിലേക്ക് വരുമ്പോഴത്. സോ ഞാനിന്ന് വണ്ടി പുറത്ത് ആണ് ഇടുന്നത്. ഓക്കെ, അല്ലെങ്കിൽ അകത്തിടാം. ഇതാണ് നല്ലത്. തിരിച്ചു വരുമ്പോൾ പുറത്തിടാം. ഞാൻ ആക്ച്വലി പുറത്തു വന്നിട്ട് കാര്യം പറയാമെന്നാണ് വിചാരിച്ചത് കേട്ടോ. പക്ഷെ ഞാൻ അകത്ത് കയറ്റി. ഇനിയിപ്പോൾ ഞാൻ എന്തായാലും പോകുമ്പോൾ പറയാമല്ലോ, വിശേഷങ്ങളൊക്കെ പറയാം. പൊന്നയ്ക്ക് ഇന്ന് പ്രൊഫഷൻസി അവാർഡ് കിട്ടുന്നുണ്ട്, സ്പോർട്സിന് പ്രൊഫഷൻസി അവാർഡ് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിനൊരു 1 hour ബ്രേക്ക് എടുത്തിട്ട് ഞാൻ പോവുകയാണ് അത് കാണാനായിട്ട്. എനിക്ക് കാണാൻ പറ്റുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. ബിക്കോസ് എപ്പോഴും ഹോസ്പിറ്റലിൽ നിന്ന് ഇടയ്ക്ക് പോകുമ്പോൾ ഞാൻ ചിലപ്പോൾ നല്ല അടിപൊളി പോർഷൻ സ്കിപ്പ് ചെയ്യാറുണ്ട്, കിട്ടാറില്ല, മിസ് ചെയ്യാറുണ്ട്. ബട്ട് ലെറ്റ്സ് സീ ഇന്നെന്താ ഉണ്ടാവാം. കുട്ടുപൊടിയാകും കട്ടേ. ഞാനപ്പോൾ ഇറങ്ങി കേട്ടോ. കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം ചെയ്ത് ഹാൻഡ് ഓവർ കൊടുത്തപ്പോൾ ഓഫീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. ഫസ്റ്റ് പേഷ്യന്റ് വരുന്നേ ഉള്ളൂ. അപ്പോഴേക്കും പോയെത്തും. ആക്ച്വലി എൻ്റെ ഹോസ്പിറ്റലിന്റെ അവിടെ നിന്ന് ഹാർഡ്ലി ഒരു 3-4 മിനിറ്റ്സേ ഉള്ളൂ പൊന്നയുടെ സ്കൂളിലേക്ക്. ഇപ്പൊ സമയം 10:52, 10:30 അപ്പോൾ തുടങ്ങിയിട്ടുണ്ടാകും. ഇവിടെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ സ്പീച്ചും ഗസ്റ്റിന്റെ സ്പീച്ചും ഒക്കെ കഴിഞ്ഞിട്ട് ആയിരിക്കും. അപ്പോൾ ഒരു അറൌണ്ട് 11 ഒക്കെ ആകുമ്പോഴേക്കും മെയിൻ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവാന്ന് പറഞ്ഞു. ഞാൻ ആ ഒരു വിശ്വാസത്തിലാണ് പോണത്. ഇനിയിപ്പോൾ ലാസ്റ്റ് അവിടെ എത്തിക്കഴിയുമ്പോൾ മെയിനായിട്ട് പൊന്നത് റിസീവ് ചെയ്യണ കാണാനാണ് ഞാൻ പോകുന്നത്, എക്സൈറ്റഡ് ആയിട്ട്. പിന്നെ ഇപ്പോൾ അത് കഴിഞ്ഞ് പോവോന്നൊരു ഭയമുണ്ട്. പിന്നെ ഞാൻ ഇന്ന് ലഞ്ച് എടുത്തിട്ടില്ല. ഉച്ചവരെ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ലഞ്ച് കൊടുത്തയച്ചിട്ടില്ല. അതുകൊണ്ട് എന്നാണെങ്കിലോ ടീച്ചർ പറഞ്ഞു ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് 1 o'clock തിരിച്ച് വണ്ടി ഉണ്ടാകും, ബസ് ഉണ്ടാകും എന്ന് പറഞ്ഞു. ലഞ്ച് കൊണ്ടുപോകാത്തതിൻ്റെ പേരിൽ മിക്കവാറും ഞാൻ തിരിച്ചു വരുമ്പോൾ അവനെ എടുക്കും. അവനെടുത്തിട്ട് ഇവിടുന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നിട്ട് അവിടെ നിന്ന് വീട്ടിലേക്ക് വിടാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ വഴി കാണിച്ചു തരാം കേട്ടോ. ബിക്കോസ് കുറേ ആക്ച്വലി ഞാൻ ഇതെല്ലാം ചെയ്യുന്നതേ എനിക്കറിയില്ല. ഞാൻ ഇനീഷ്യലി ഞാൻ എന്റർടൈനിങ് ആയിരിക്കണം. ബിക്കോസ് ഓഡിയൻസിനൊക്കെ ചിന്തിച്ച് ഇത്രയും ലെങ്ത് ആണെങ്കിൽ അവർക്ക് കാണാൻ ഇഷ്ടമുണ്ടാവില്ല എന്നൊക്കെ ആയിരുന്നു. ബട്ട് ഇപ്പോൾ പണ്ട് അബുദാബിയിൽ വെച്ചിട്ട് എടുത്തിട്ടുള്ള വീഡിയോസ്, പൊന്നയുടെ കുഞ്ഞിലത്തെ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ എനിക്ക് തോന്നും ഞാൻ ആക്ച്വലി ഇത് കുറേ എടുക്കണമായിരുന്നു. ഞാൻ അവിടെ നിർത്തിയെന്ന് എനിക്ക് തോന്നുമായിരുന്നു. അപ്പം ഞാൻ ഓർത്ത് ഓക്കെ, ഞാൻ ഡോക്യുമെന്റിങ് സ്റ്റാർട്ട് ചെയ്യണം. എന്തിനാ ഇപ്പം ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ലോങ് ആയിട്ട് തന്നെ ഡോക്യുമെന്റ് ചെയ്യണ പോലെ തന്നെ ചെയ്യണം എന്ന് വിചാരിച്ചു. സോ ഞാനിനി ലോങ് എന്ന് വെച്ചാൽ ഒരുപാട് ലോങ് വീഡിയോസ് അല്ല, ബട്ട് ഞാൻ അധികം ഇനി കട്ട് ചെയ്യുന്നുണ്ടാവില്ല. സോ വഴികൾ കാണുക, ഇപ്പോഴത്തെ ചേഞ്ചസ് ഒക്കെ കുറേ നാൾ കഴിഞ്ഞിട്ട് കാണുമ്പോൾ രസമായിരിക്കില്ലേ.
കാണാണ്ട് ഇങ്ങനെ ഇരിക്കും. അയ്യോ അമ്മ വന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. But then let's see. കേട്ടോ എത്ര ഡിസ്റ്റൻസേ ഉള്ളൂ. ഞാനിപ്പോ ആക്ച്വലി അവിടെ നിന്ന് ഇറങ്ങിയപ്പോ തൊട്ട് റെക്കോർഡ് ചെയ്തതില് ഞാൻ എവിടെയും കട്ട് ചെയ്തിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കണം ഈ ഫോട്ടോ പോസ്റ്റ് ചെയ്യുമ്പോ, ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോ. ഇവിടെ ഇത്ര ഡിസ്റ്റൻസേ ഉള്ളൂ, നമ്മൾ എത്തി. നല്ല വെയിലും ഉണ്ട്, നല്ല മഴക്കാറും ഉണ്ട് കേട്ടോ. This is nice. എന്താണ് പറയണ, സ്കൂൾ ഇടയിൽ പാർക്ക് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. ഞാൻ ആകെ ടാൻ അടിച്ചു. കാലത്ത് വരുമ്പോൾ ഞാൻ ഫുൾ എനർജിയിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എണ്ണയൊക്കെ തേച്ച് കുളിച്ച് ആകെ ടാൻ അടിച്ച് വഷളായിട്ടുണ്ട് ഞാൻ. സോ നമുക്ക് പോയിട്ട് വരാം. ഇത് സ്ട്രേറ്റ് മുടി ഇങ്ങനെ കെട്ടിവെച്ചു. ബിക്കോസ് എനിക്ക് ഭയങ്കര, ഞാൻ എപ്പോഴും ഓർക്കും മുടി ലീവ് ചെയ്തിട്ട് പോകണം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് ആക്ച്വലി. പക്ഷെ എനിക്ക് അത്രയ്ക്ക് ക്ഷമയില്ലാത്തൊരു സ്ത്രീയാണ് ഞാൻ. ഈ ചെരുപ്പ് തീരെ ഗ്രിപ്പില്ല കേട്ടോ. ഞാൻ ഇതിട്ടിട്ടാണ് കെട്ടിമറിഞ്ഞ് വീണത്. സ്റ്റിൽ എനിക്ക് ഇഷ്ടമാണ്. അവിടെ താഴെയല്ലേ ബേസ്മെന്റ്. My fellow students to maintain and uphold the ideals of our school. All duties assigned to me by the school authorities. Maintain discipline.
എന്താ തോന്നണ എനിക്ക് എനിക്ക് യു ഫീൽ ഗുഡ്? പ്രൈസ് കിട്ടിയപ്പോ നല്ല സന്തോഷായി. പക്ഷേ എനിക്ക് ഗിഫ്റ്റ് പൊന്നയ്ക്ക് പ്രൊഫഷൻസി അവാർഡ് കിട്ടിയത് പോരാണ്ട് ഞാൻ ഇനി അവന് ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കണം. എന്ത് ഗിഫ്റ്റാ വേണ്ടത്? കാറ്. ഇത്ര നേരം പറയുന്നത് സോഡ് വേണം, വാള് വേണമെന്ന്. ലുലുവിൽ എന്താ പോയപ്പോ വലിയ വാള് കൊണ്ട് വാള് വേണമെന്ന്. അതും കൂടെ വെച്ച് കിട്ടാനുള്ളൂ. അപ്പൊ ഞങ്ങള് ഇപ്പൊ പരിപാടിയെല്ലാം കഴിഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും കൂടെ എന്റെ ഹോസ്പിറ്റലിൽ പോകും. അവിടുന്ന് പൊന്നനെ പിക്ക് ചെയ്യാൻ വേണ്ടി മുരളിയേട്ടൻ വരും. മുരളിയേട്ടനായിട്ട് പൊന്ന് പോകും. I'll be back to duty. Bye. Bye bye. Bye bye. Bye bye. Bye bye. ഒരു പ്രൈസ് പോയാ ഒരു പ്രൈസ് അല്ല, ഒരു മാർക്ക്. സാരില്ല പറഞ്ഞ പൊക്കോ. ബൈ. അറ്റത്ത് കയറിയിരിക്കണേ. ബാഗൂര് ചാരിക്കാൻ